വിശ്വാസം കൊണ്ട് മാത്രം ഉടമ്പടി നമുക്ക് പൂർണ്ണമായിട്ട് യേശുവിനെ അനുഗമിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് നമ്മൾ ആ വിശ്വാസത്തിൻ്റെ പരിമിതിയാണ്. വിശ്വാസം കൊണ്ട് മാത്രം നമ്മൾക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ നിയോഗങ്ങൾ നടക്കും. പക്ഷേ വിശ്വാസം കൊണ്ട് മാത്രം നമുക്ക് പൂർണ്ണമായി കാലേബിനെ നയിച്ച അരൂപി വ്യത്യസ്തമായിരുന്നു എന്നും 14:24 വായിക്കും. സംഖ്യ 14:24 വായിച്ചില്ലേ? കാലേബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമായിരുന്നു. കാര്യം എന്താണ്? അവൻ പൂർണ്ണമായി എന്നെ അനുഗമിച്ചു. ഈ പൂർണ്ണമായി അനുഗമിക്കണതുണ്ട്, അതേസമയം തന്നെ ഭാഗികമായി അനുഗമിക്കണത്. ഈ ഭാഗികമായി അനുഗമിക്കണമെന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കാര്യം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഗുഡ് ബൈ പറയും. അതാണ് വിഷയം. അതാണ് ഭാഗിക അനുഗമനം. ഇപ്പം നിങ്ങളുടെ മകളെ കെട്ടിക്കണ വിഷയമാണ്. മകൾ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മുങ്ങിക്കളയും. മനസ്സിലല്ലേ? ക്രിസ്ത്യാനികളൊരു വർഗ്ഗമുണ്ട്. ഏത് ചീക്കത്തോട് കണ്ടാലും ആൾക്കാർ മുക്കിയെടുക്കുന്ന വർഗ്ഗമുണ്ട്. അതുപോലെ മുങ്ങണ പാർട്ടിയുണ്ട്. ഇത് സംഭവം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടെ കാര്യം കണ്ടാൽ അവരപ്പം തന്നെ മുങ്ങിക്കളയും. അതാണ് ഭാഗികമായ അനുഗമനം എന്ന് പറയുന്നത്. യേശുവിൻ്റെ കൂടെ മുന്നേ പോകും. ഞാൻ വെച്ചത് ജോലിയുടെ കാര്യമാണ്. ജോലി കിട്ടിയല്ല, തീർന്ന്. പക്ഷെ പിന്നെ ഒന്ന് പൊങ്ങണ്ടേ? എപ്പോഴെങ്കിലും മുങ്ങിക്കിടന്നാൻ പറ്റുമോ? ദൈവത്തിൻ്റെ തിരുസന്നിധി മുങ്ങിക്കിടക്കാൻ പറ്റത്തില്ല. ഇടയ്ക്ക് പൊങ്ങണ്ടേ? പൊങ്ങാൻ പിന്നെ ശ്വാസം എടുക്കേണ്ടി വരികയല്ലേ? ആ പൊങ്ങേണ്ടി വരുമ്പോൾ നമുക്കറിയാം, ദൈവത്തിനറിയാം, ഇത് കാലേബല്ല, ഭാഗികമായ അരുവിയേ ഉള്ളൂ, തിരിച്ചുപോക്ക് കയറത്തിയാണെന്ന് പറയും. തിരിച്ചു പോണ ആൾക്കാരുണ്ടാവും. കാര്യം കണ്ടു കഴിയുമ്പോൾ തിരിച്ചു പോകും. ഈ ഉടമ്പടിയിൽ 1,00,000 ആൾക്കാരുണ്ട്. അങ്ങനെ ഉടമ്പടിയിൽ 1,00,000 ആൾക്കാരുണ്ട്. കാര്യം കാണുമ്പോൾ തിരിച്ചു പോകും. കാര്യം കണ്ടു കഴിയുമ്പോൾ 2 സാക്ഷ്യവും പറഞ്ഞ് ആൾക്കാർ തിരിച്ചു പോകും. പിന്നെ പഴയ അരൂപിയില്ല, ജീവിതമില്ല. പിന്നെ പറ്റിക്കലും ആൾക്കാരെ തട്ടിക്കലും പഴയ ലോക ജീവിതവും ഒക്കെ ആയിട്ട് അവർ പഴയ ലോകത്തിലേക്ക് പോകും. പോകാത്ത ഒത്തിരി പേരുണ്ട്. പക്ഷെ പോകുന്നവരെക്കുറിച്ചാണ് ബൈബിൾ പറയണത്. ആരാണ് തിരിച്ചു പോണത്? അവരെക്കുറിച്ച് കർത്താവ് പറയുന്നത്, നീ എൻ്റെ വാഗ്ദാന നാട് നീ കാണത്തില്ലെന്ന് പറയുന്നുണ്ട്. കാര്യം നിത്യത വരെ നിനക്ക് ആനുകൂല്യങ്ങളൊക്കെ കിട്ടി. പക്ഷേ ഈ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ട്, തിരിച്ചു പോകാനുള്ള പ്രവണത. എന്തെങ്കിലും ഇങ്ങനെ ഉടമ്പടി ജീവിക്കാൻ പറ്റുമോ? മനുഷ്യന് ജീവിക്കണ്ടേന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്മോളൊക്കെ അടിച്ച് പഴയ രീതിയിൽ പോകും ചില ആൾക്കാർ. അപ്പോൾ എന്താ വെച്ചാൽ അവരല്ലെങ്കിൽ പൗശന്യവും, പക, വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നതയൊക്കെ ആയിട്ട് പഴയ ലോകത്താനായി പോകും. പിന്നെ കുമ്പസാരമില്ല, കുർബാനയുമില്ല, പഴയ ജീവിതത്തിലേക്ക് പോകും. തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അതാണ് പറയണത്, കാലേബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ് എന്ന് പറയാൻ കാരണം എന്താണ്? അവൻ പൂർണ്ണമായിട്ട് എന്നെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. സംഖ്യ 14:24 എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്, അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്, അവനെന്നെ പൂർണ്ണമായി എന്ന് പറഞ്ഞ് അവനെന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. അപ്പോൾ പൂർണ്ണമായി അനുഗമിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചു പോകാത്തതിനെയാണ്. ഉടമ്പടി ചൈതന്യങ്ങളിൽ നിന്ന് തിരിച്ചു പോകാത്തതിനെയാണ്. ഇപ്പം ഞാൻ ഓർക്കുകയെ, നമുക്ക് 10 ലക്ഷം സബ്സ്ക്രിപ്ഷൻ ഇല്ലേ? പക്ഷെ ഉടമ്പടി ധ്യാനം കൂടുന്ന 3 ലക്ഷം പേരാണല്ലോ. ബാക്കി 9 ലക്ഷം പേരെന്ത് തിരിച്ചു പോയി? അത് കറക്റ്റല്ലേ? ഉടമ്പടി കാലം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചുപോയി. തിരിച്ചു പോകാത്ത ആൾക്കാരുണ്ട്. ഇപ്പോഴും ആ പഴയതുപോലെ അതേ ചൈതന്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ നമുക്ക് 10 ലക്ഷം സബ്സ്ക്രിപ്ഷൻ ഇല്ലേ? പക്ഷേ ഉടമ്പടി ധ്യാനം കൂടുന്ന എത്ര പേരാണ് ഒരാഴ്ചയിൽ? 3 ലക്ഷം പേര്. ബാക്കി 7 ലക്ഷം പേരെന്തേ? അവരാ പഴയ ചൈതന്യത്തിൽ നിന്ന് തിരിച്ചു പോയിരിക്കണം. തിരിച്ചു പോയവരെക്കുറിച്ച് എന്താ ബൈബിൾ പറയണത്? അവരെ നയിച്ച ചൈതന്യം കലേബിൻ്റെ ചൈതന്യമല്ല. അതുകൊണ്ട് എന്താണ് സംഭവിക്കണത്? അവർ വാഗ്ദാന നാട് പ്രാപിക്കുകയില്ല. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന ആരാധന സ്നേഹരാജ യേശുവേ
സംഖ്യ 14:3-4 എടുത്തേ. സംഖ്യ 14:3-4. വാളിനിരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്തിന്? കലേബിനെ പോലെ അല്ല, വേറെ കുറച്ച് ആൾക്കാരവിടെ ഉണ്ടല്ലോ മോസസിൻ്റെ കൂടെ. അവർ ഉറ്റുനോക്കാൻ പോയ ആൾക്കാരാണ്. അവർ വന്നിട്ട് പറഞ്ഞ് അവിടെ ഉള്ളൊരു അനാർക്കിൻ്റെ മല്ലന്മാരുടെ മക്കളൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ ചെന്ന് അവരുടെ വാള് കൊണ്ട് നമ്മൾ ചത്തുപോകും. ഇനി യേശുവിൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായി ജീവിക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പോഴും ആൾക്കാരെ പറ്റിച്ചും, ഇപ്പോൾ ചില ആൾക്കാർ എന്തുമാത്രം പറ്റിപ്പ് നടത്തിയാണ് ജീവിക്കണേ. പലതരത്തിലല്ല, ഇപ്പം പലതരത്തിലുള്ള ഇപ്പം വിവാഹം ഡൈവേഴ്സ് എത്തുന്ന ആൾക്കാരുണ്ട്. പറഞ്ഞാൽ നിസ്സാരമായ കാര്യം ചിലപ്പോൾ ഒരു വാശിപ്പുറം അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങളനുസരിച്ച് അപ്പുറത്ത് നടക്കണില്ല. അപ്പം ഞാനൊരു ദിവസം ഒരു സ്ത്രീയോട് ചോദിച്ചു, എടി നീ ഇപ്പം ഈ ഭർത്താവിനെ ഉപേക്ഷിക്കാനൊക്കെ പോണതിൻ്റെ ഉദ്ദേശം നിൻ്റെ അപ്പനല്ലേ? ആണ്. അപ്പനും മകളും തമ്മിൽ നല്ല സ്നേഹമാണ്, മകളെ കാണാതെ അപ്പനും ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിൻ്റെ പേരിൽ എന്ത് കാരണം? ചെറുക്കൻ വന്ന് മകളുമായിട്ട് അപ്പൻ്റെ കൂടെ വീട്ടിൽ താമസിക്കണം, നടക്കണ കാര്യമാണ്. അതായത് ഇവർക്ക് ഈ അപ്പനെയും മകൾക്കും അറിയാൻ പറ്റും. ചില പെൺമക്കൾക്ക് അപ്പന്മാരോട് ഭയങ്കര സ്നേഹമായിരിക്കും, ചില ആമക്കൾക്ക് അമ്മമാരോട് ഭയങ്കര സ്നേഹമായിരിക്കും. ഈ കക്ഷികൾക്ക് ഇതൊക്കെ അറിയാൻ പറ്റും. പക്ഷേ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിത വിളികളുമായിട്ട് നോക്കുമ്പോൾ ഇത് വാള് വാങ്ങി നിൽക്കും. അതാണ് കലിയ പറയണത്, വാളാണല്ല വരണത്. അവരുടെ താല്പര്യങ്ങൾ നടക്കത്തില്ലല്ലോ. അവരുടെ താല്പര്യം നടപ്പം അതങ്ങനെ അവൾ എന്നോട് പറയാതെ ഉപേക്ഷിച്ചു. പിന്നെ ഒരു 6 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ഞാൻ അവളെ കണ്ട് വേറെ ഒരുത്തിനെ കെട്ടി, അതിനകത്ത് പിള്ളേരുണ്ട്. ഇപ്പം എന്നാ പറഞ്ഞാൽ അവന് ഉപേക്ഷിക്കാൻ പോയി. 3ാമത്തെ ഉപേക്ഷ ഇപ്പോൾ കഴിഞ്ഞെന്നാണ് തോന്നണത്. അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പം ഈ പല കാര്യങ്ങളും നിങ്ങൾ കുമ്പസാരിച്ചും കുർബാന സ്വീകരിച്ചൊക്കെ ജീവിക്കും. പക്ഷെ നിങ്ങൾ തട്ടിപ്പുകാരാ, ദൈവത്തിന് നിരക്കാത്ത ആൾക്കാരാ. ദൈവത്തിൻ്റെ വചനങ്ങളല്ല നിങ്ങളെ നയിക്കണത്, നിങ്ങളുടെ ശാരീരികമായ അഭിരുചികളാണ് നയിക്കണത്. അത് ജഡത്തിൻ്റെ ആത്മാക്കളാണ്. ജഡത്തിൻ്റെ ആത്മാക്കൾ തിരിച്ചു പോകും ഇന്നല്ലെങ്കിൽ നാളെ. അവരിനി ഉണ്ടായാൽ തന്നെ അവിടെ ഉണ്ടാകത്തില്ല, അവർ പോയിക്കണം. അവരുണ്ടായിട്ട് നമ്മിങ്ങനെ ബോഡി പ്രസൻസ് ഉണ്ടെന്നേ ഉള്ളൂ, അവിടെ മനസ്സ് ദൈവത്തിൽ നകലയാണ്. അത് ഈശോ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം ഇതിന് നകലയാണെന്ന്. ശ്രുതികട ഹല്ലേലൂയ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 15:8. മത്തായി 15:8. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. പറഞ്ഞ ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. തിരിച്ചുപോയി. ബോഡി ഇവിടെ ഉണ്ട്, പക്ഷെ മനസ്സും ആത്മാവും ഇവിടെ ഇല്ല. തിരിച്ചുപോയി. അതാണ് വിഷയം. തിരിച്ചുപോക്കുകാരെ ഇങ്ങനെ തിരിച്ചു പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ദൈവം കലേബിനെ ഉയർത്തിക്കിട്ട് പറയും, ഇത് പൂർണ്ണമായിട്ട് അനുസരിക്കണമാണ്. ഇവൻ്റെ ആത്മ വ്യത്യസ്തമാണ്, ഇവൻ പൂർണ്ണമായി എന്നെ അനുഗമിക്കുന്നു. മറ്റേതെന്താണ്? തിരിച്ചു പോയിരിക്കുന്നു. കലേബാണ്. കലേബിൻ്റെ എതിരായിട്ടുള്ള ആൾക്കാരാണ്. അവരെന്താ പറയണത്? ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കർത്താവിൻ്റെ കൂടെ നിന്ന് നഷ്ടങ്ങളുണ്ടാകും. ലോകത്തിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് അവർ പറയണത്. അതുകൊണ്ട് എന്താ പറയണത്? സംഖ്യ 14:3-4 എടുത്ത് വായിച്ചോളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വാളിന് ഇരയാകാൻ കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്ക് ഇരയായി തീരുമല്ലോ. ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതല്ലേ നല്ലത്? ഇതാണ് സംഭവം. ഉടമ്പടി എടുത്തതിന് ശേഷം, കാര്യം കണ്ടതിന് ശേഷം തിരിച്ചു പോകുന്നതല്ലേ നല്ലത്. അതാണ് വിഷയം. ഇങ്ങനെ തിരികെ പോകുന്ന ആത്മാവിനെ കുറിച്ചാണ് പറയണത്. കലേബിനെ ഉയർത്തണതിൻ്റെ കാര്യം അതാണ്. എന്താ പറഞ്ഞത്? കലേബിനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. എന്താണ്? അവനെന്നെ പൂർണ്ണമായി അനുഗമിച്ചിരിക്കുന്നു. മറ്റുള്ളവർ കാര്യം കാണാൻ വേണ്ടി മാത്രം എന്നെ അനുഗമിക്കുകയും പിന്നെ അവർ തിരിച്ചു പോവുകയും ചെയ്തു. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ,
തിരിച്ചു പോകാത്ത കാലബിനെ പോലെ പൂർണ്ണമായി നിത്യത വരെ നിന്നെ അനുഗമിക്കുന്ന അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ആകർഷിക്കണമേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഈ തിരിച്ചുപോക്കുകാർ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ബൈബിളിൽ ഇതിൻ്റെ ഒരു രീതികളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ദിവസങ്ങളിൽ ചുമ്മാ ഇങ്ങനെ കർത്താവിൻ്റെ വചനം ഞാൻ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ജനങ്ങൾ വരുന്നല്ലോ, എന്താണ് പറയേണ്ടതെന്ന് ചോദിക്കും. അല്ലെ ഞാൻ ബുദ്ധിപരമായി ആലോചിച്ചൊന്നും പറയത്തില്ല. ഞാൻ നിങ്ങൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇത് അപ്പ് ചെയ്യും, തിങ്കളാഴ്ച ചൊവ്വാഴ്ച അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സമയം മൂലം കർത്താവിൻ്റെ പുറകെ ഞാൻ നടക്കും. അടുത്ത ദിവസം എന്താ ജനങ്ങളോട് പറയാൻ നീ ഉദ്ദേശിക്കണത്? കാര്യം ഞാൻ ദൈവം പറയാത്ത ഒരു കാര്യം ഞാൻ ഇവിടെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അടുത്ത ദിവസം എന്താ പറയാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചപ്പോഴാണ് കർത്താവ് ഇന്ന് പറയാൻ വേണ്ടി തന്നൊരു വചനമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞ ഇതാണ്, അതായത് നിനക്ക് വേണമെങ്കിൽ നിൻ്റെ കാര്യം നടത്തിയെടുക്കാം എൻ്റെ അടുത്ത് വരാതെ തന്നെ. നിൻ്റെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവരാം, അത് നടത്തിയെടുക്കാൻ പറ്റും. പക്ഷെ നിനക്ക് എൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു ജാതി ഉടമ്പടി രൂപപ്പെട്ട് വരുന്നുണ്ട്. അതറിയണമെങ്കിൽ മർക്കോസിന്റെ 2:4 എടുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മർക്കോസ് 2:4 ജനക്കൂട്ടം നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഇതെന്താ സംഭവം എന്നറിയാവോ? എന്താ സംഭവം? കർത്താവ് കഫർനാമിൽ ഒരു വീട്ടിലിരിക്കുമ്പോഴേ ജനക്കൂട്ടം മുഴുവനും വീട് വളഞ്ഞ് പൊതിഞ്ഞ് നിൽക്കും. അപ്പോഴേ ഒരു തളവായ രോഗിയും കൊണ്ട് കുറേ ആൾക്കാർ വരും ഇല്ലേ? അപ്പോൾ വാദിക്കാൻ വരുമ്പോൾ ജനക്കൂട്ടം മാറിക്കൊടുക്കുക ഇല്ല, ഞങ്ങൾ അതിനു വേണ്ടി തന്നെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് മുട്ടുകൈ കൊണ്ട് ഇടിച്ച് അവർ ഓടിക്കും. അവരെന്നാ ചെയ്ത് സൈഡിൽ കൂടി, ഈ ഇസ്രായേലിൻ്റെ വീടല്ലേ, ഈ ചത്രം പോലെ ഇരിക്കും, സൈഡിൽ കൂടി ചെറിയ സ്റ്റെയർകേസുണ്ട്. അപ്പോൾ സൈഡിൽ കൂടെ കയറി മുകളിൽ ചെന്നിട്ട് കട്ടിലെ പൊക്കി ഈ മനുഷ്യനെ തട്ടിയാണ്. അവിടെ നമ്മുടെ മേൽക്കൂര പോലെ അല്ല, തട്ടിയാണ്. തട്ടി മാറ്റിയിട്ട് താഴേക്ക് ഇയാളെ 4 കാല് കയറെ പിടിച്ച് താഴേക്ക് ഇറക്കും. അപ്പം മേൽക്കൂര മാറ്റിയിട്ട് താഴേക്ക് അവർ ഇറക്കി കൊടുക്കുകയാണ്. ആ സംഭവമാണ് ഈ മർക്കോസ് പറയണത്. മത്തായി 2:4 പറയണത് എന്താണ്? ഒന്ന് പറഞ്ഞാൽ ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷെ 4:5 എന്താ പറയുന്നത് നോക്കിയേ, വായിച്ചോളൂ. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് മേലോട്ട് നോക്കുമ്പോൾ പെരയുടെ തട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കട്ടിലിറങ്ങി വരികയാണ്. ചുറ്റും നിലക്കൂട്ടങ്ങൾ നടക്കി ഈശോ ഇരിക്കുകയാണ്. അപ്പോഴേ അവരുടെ വിശ്വാസം കണ്ട്, ആരുടെയാണ്? ഈ പെരയുടെ മുകളിൽ നിൽക്കുന്ന കയറിറക്കുന്ന ആൾക്കാരില്ലേ, 4 പേര്, അവരാണല്ലോ ഈ ആളെ പൊക്കി കൊണ്ടുവന്ന് ഇത്രയും കഷ്ടപ്പെടണത്. കഷ്ടനഷ്ടങ്ങളൊക്കെ സഹിച്ച് അവരാളെ താഴെ ഇറക്കുകയാണ്. ആ വീട്ടുകാരവിടെ നിന്ന് തെറി പറയുന്നുണ്ടാകും, കാര്യം ഇത് റിപ്പയർ ചെയ്യണമെങ്കിൽ കാശ് വേറെ വേണം വരൂ, നിൻ്റെ തന്ത കാശ് പിടക്കുവാന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും ആ വീട്ടുകാരവിടെ നിന്നുണ്ട്. പക്ഷെ അവന്മാർ ഭയങ്കര മുഴുക്കന്മാരായത് കാരണമേ ഈ വീട്ടുകാരൻ്റെ ഒരു പരിവും നടക്കണില്ല. അത് കാരണം ഇവന് ബലം പ്രയോഗിച്ച് ഇറക്കിയപ്പോഴേ കർത്താവ് എന്തൊക്കെ മുഷ്കന്മാരാണെന്ന് പറഞ്ഞാലും അമ്മയുടെ വിശ്വാസത്തിന് വിലയുണ്ട് അവിടെ. ഈ മുഷ്കന്മാരുടെ കാര്യമൊക്കെ നടക്കി തെമ്മാടിത്തരം കാണിച്ചാലും പെര പൊളിച്ചാലും ഒക്കെ നിങ്ങളുടെ കാര്യം നടക്കാതിരിക്കത്തൊന്നിരിക്കില്ല. നിങ്ങൾ പെര പൊളിക്കണതും പെങ്ങൾക്ക് ഓഹരി കൊടുക്കാത്ത ആൾക്കാരും വീട് കെട്ടിച്ച പെണ്ണിനെ മുഴുവൻ വളയെടുത്ത് വിറ്റിട്ട് മകളെ കെട്ടിച്ചിട്ട് മരുമകളെ തല്ലി വീട്ടിൽ കൊടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. നിങ്ങൾ മുഷ്കന്മാരും തലവഴിക്കാരും തോന്നിവാസം തെണ്ടികളുമാണെങ്കിലും നിങ്ങളുടെ കാര്യം നടക്കും. വിശ്വാസം ഉണ്ടായാൽ മതി. കാര്യം മനസ്സിലായില്ല? കാര്യം നടക്കുമ്പോൾ എല്ലാവരും നല്ല മനുഷ്യരാണെന്ന് ധരിക്കരുത്. കാര്യം നടക്കുന്ന കൊണ്ട് ദൈവം നിങ്ങളെ അംഗീകരിച്ച് നിങ്ങൾ ധരിക്കരുത്. തെമ്മാടിത്തരം തോന്നിവാസം കാണിച്ചാലും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും. പക്ഷേ നിങ്ങൾക്ക് കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. നിങ്ങളുടെ നിയോഗം വരും, കട്ടിലോടുകൂടി ഇറക്കിയ ആൾ വരും, കട്ടിലോടുകൂടി ഇറക്കിയ ആൾ സുഖപ്പെടും, പക്ഷെ നിങ്ങൾ സുഖപ്പെടത്തില്ല. നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് വരാം. രണ്ടും 2 വിഷയമാണ്. നിങ്ങളുടെ നിയോഗം നിങ്ങൾ നിവർത്തിയെടുക്കുന്നതും നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് വരുന്നത് ഒരു വിഷയമല്ല, 2 വിഷയമാണ്. കാര്യം എന്താ വെച്ചാൽ ഉടമ്പടിക്ക്
ലക്ഷ്യമുണ്ട്, മാർഗമുണ്ട്. ഉടമ്പടിക്ക് എന്താ ഉള്ളത്? ഉടമ്പടിയിൽ ലക്ഷ്യം, നിങ്ങൾ ഉടമ്പടി ചെയ്യുന്ന ലക്ഷ്യം എന്താണ്? IELTS പാസ്സാകുക ഒരു ലക്ഷ്യമാണ്, വസ്തു വയ്ക്കുക വേറൊരു ലക്ഷ്യമാണ്, രോഗം സുഖമാക്കുക ഒരു ലക്ഷ്യമാണ് ഉടമ്പടി ലക്ഷ്യം. അതിന് നിങ്ങൾ മാർഗം എന്താ ചെയ്യണത്? നിങ്ങൾ പത്രം കൊടുക്കുന്നു, പേഴ്സണൽ പ്രവർത്തനം ചെയ്യുന്നു, അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നു, രോഗികളെ സുഖപ്പെടുന്നു, രോഗികൾക്ക് നിങ്ങൾ വസ്ത്രങ്ങൾ കൊടുക്കുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ആധ്യാത്മിക ജീവിതം നിങ്ങൾ പരിപോഷിപ്പിക്കുന്നു. അതെല്ലാം മാർഗമാണ്. ലക്ഷ്യം എന്താണ്? IELTS പാസ്സാകുക, അല്ലെങ്കിൽ PR കിട്ടുക, അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് കിട്ടുക, ഇതൊക്കെയാണ് ലക്ഷ്യം. ഇത് നടക്കും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രീൻ കാർഡ് കിട്ടും, നിങ്ങളുടെ വിസ പ്രോസസ്സിങ് കഴിയും, നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ പോകാൻ പറ്റും, നിങ്ങൾ വിചാരിക്കുന്ന സ്ഥലം എല്ലാം കിട്ടും. പക്ഷേ ക്രിസ്തുവിൻ്റെ അടുത്ത് പോകാൻ പറ്റത്തില്ല. അത് തലവായ രോഗിയുടെ അടുത്ത് കെട്ടിയിറക്കുന്ന ആൾക്കാരെ പോലെ ഇരിക്കും. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വരാൻ പറ്റാതിരിക്കുകയും നിങ്ങളുടെ നിയോഗം വരികയും ചെയ്യണ കാര്യം വെച്ചാൽ നിയോഗം ലക്ഷ്യമായതുകൊണ്ടാണ്. നിയോഗമാണ് ലക്ഷ്യം. ഇവിടെ മാർഗം എന്താണ്? ഉടമ്പടി മാർഗമാണ്. ഇനി ചില ആൾക്കാർക്ക് നേരെ മറിച്ചാണ്. ഉടമ്പടി ലക്ഷ്യമാകും, നിയോഗം മാർഗമാകും. അവിടെയാണ് വിഷയം വേണ്ടത്. ഉടമ്പടി ലക്ഷ്യമാകും. എന്താണ് ഉടമ്പടി എന്ന് പറയുന്നത്? എന്താണ്? ബയലാട്ടർ എഗ്രിമെൻറ്റ്. ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള എഗ്രിമെൻ്റാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ കാര്യം നടന്നാലും നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കർത്താവിനെ നേടുകയാണ് എൻ്റെ ലക്ഷ്യം. ഉടമ്പടി ലക്ഷ്യമാകും. ഉടമ്പടി ലക്ഷ്യമാകുമ്പോൾ മറ്റ് നിയോഗങ്ങളെല്ലാം, വസ്തു വയ്ക്കുക, ഗ്രീൻ കാർഡ് കിട്ടുക, വിസ കിട്ടുക, അതൊക്കെ മാർഗമാകും. അത് എൻ്റെ ലക്ഷ്യം എന്താണ്? ഞാൻ ഉടമ്പടി നിൽക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? എൻ്റെ കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതും കർത്താവിന് വേണ്ടി നിത്യത വരെ നിലനിൽക്കുന്നതും കർത്താവിനെ കൈമാറുന്നതുമാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ ദൈവമേ, ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ ഗുഡൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഉടമ്പടിയുടെ നിയോഗങ്ങൾ നിങ്ങളല്ല എങ്കിൽ, ഉടമ്പടി ദൈവം നിങ്ങളെ കാണുന്നത് കലേവിനെതിരായിട്ടുള്ള സ്പിരിറ്റോടുകൂടി തിരിച്ചുപോയ ആൾക്കാരായിട്ടാണ്. കാര്യം നിയോഗം കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു പോകും. കാര്യം എന്താണ്? നിങ്ങളുടെ ലക്ഷ്യം ഉടമ്പടി അല്ലായിരുന്നു, ഉടമ്പടിയിലുള്ള നിയോഗങ്ങളായിരുന്നു ലക്ഷ്യം. അപ്പോൾ ഈ ഒരു വ്യക്തിയെ ദൈവം തിരിച്ചറിയണത്, ഇത് നിൻ്റെ നിയോഗം എന്താണ്? ദൈവമാണോ നിൻ്റെ നിയോഗം? ഉടമ്പടിയുടെ ലക്ഷ്യമെന്താണ്? അത് ദൈവമാണെങ്കിൽ നിൻ്റെ നിയോഗങ്ങളെല്ലാം, ആവശ്യങ്ങളെല്ലാം ഒരു മാർഗമാകുകയേ ഉള്ളൂ. ചില ആൾക്കാർക്ക് മാർഗമല്ല. മാർഗം അവരുടെ ജോലി കിട്ടുക, വീട് പണിയുകയൊക്കെയാണ് അവിടെ ലക്ഷ്യം. മാർഗമാണ് ഉടമ്പടി. ചിലർക്ക് ക്രിസ്തുവിൽ വളരുന്നതാണ് അവരുടെ ലക്ഷ്യം. അതിന് പറ്റുന്ന ജീവിതത്തിൻ്റെ അവസ്ഥകളെയാണ് അവർ നിയോഗമായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതൊരു മാർഗമാകുകയേ ഉള്ളൂ. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്കൊരു മാർഗമാകുകയും ക്രിസ്തു നിങ്ങളുടെ ലക്ഷ്യമാകുകയും ചെയ്യുമ്പോൾ ഉടമ്പടി പെട്ടെന്ന് ഫയറാകാൻ തുടങ്ങും. ശ്രുതികട ഹല്ലേലൂയ. ലക്ഷ്യമാക്കി മുന്നേറുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാൽ സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാൽ വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാൽ സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. അതിശയമെന്ന് ജനം പറയും വിധത്തിൽ യേശു ഒരു പ്രവൃത്തി ചെയ്യും. ദൈവത്തിൻ്റെ മഹത്വം നിഴലിരിക്കും, ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിൻ്റെ മഹത്വം നിഴലിരിക്കും, ദൈവത്തിൻ്റെ കരത്തിൽ നീ വസിക്കും. പറഞ്ഞാൽ വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാൽ സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു.
പരിശുദ്ധ പരമദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. സംഖ്യ 14:24 നമുക്ക് ഒന്നുകൂടി വായിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. സംഖ്യ 14:24. സംഖ്യ 14:24. എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല, എന്നാൽ എൻ്റെ ദാസനായ കാലേബിനെ അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. കാലേബിനെ കൊണ്ടുപോകുന്ന പറയണത്, അവൻ്റെ നിയോഗമല്ല കൊണ്ടുപോകണത്, ബൈ പേഴ്സൺ കൊണ്ടുപോവുകയാണ്. ഇതേ വ്യത്യാസം പറയണത്. ആ തറവാട് രോഗിയുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? കൊണ്ടുവന്ന ആൾക്കാർ മുകളിൽ തന്നെ നിൽപ്പുണ്ട് അവിടെ, ഇല്ലേ? നിയോഗമാണ് താഴെ ഇറങ്ങി വന്നത്. ആ കൊണ്ടുവന്ന ആൾക്കാർ മർക്കോസ് മത്തായിയുടെ 3:2 മുകളിൽ തന്നെ ഇരിപ്പുണ്ട്. അവന്മാർ മുഷ്കുള്ളവന്മാരും തണ്ട് രോഗികളൊക്കെയാണ്. വീട്ടുകാരനായിട്ട് തെറിയും പറഞ്ഞവിടെ നിൽക്കുക, മുകളിൽ അവിടെ നിൽക്കുള്ളൂ, ഒരു കുഴപ്പമില്ല. അവന് നിയോഗം നടക്കാറുണ്ട്, പക്ഷെ അവന് കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. ഇതാണ് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് സംഭവിച്ചതാണ്. നിങ്ങളുടെ നിയോഗം നടക്കുന്നതോടെ നിങ്ങൾക്ക് വരാൻ പറ്റില്ല. അതാ പറഞ്ഞ കാലേബിനെ അവൻ ഒറ്റുനോക്കിയ സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകും. കാലേബിനെ കൊണ്ടുപോകുന്നവൻ അവൻ്റെ നിയോഗം കൊണ്ടുപോകുന്നല്ല പറയണത്. യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? നമ്മളും പോകണം, നമ്മുടെ നിയോഗം കർത്താവിൻ്റെ അടുത്ത് പോകണം. മനസ്സിലായില്ലേ? നമ്മുടെ നിയോഗം മാത്രം പോരാ. നിങ്ങളുടെ മകളെ കാനഡയിൽ വിട്ടാൽ മാത്രം പോരാ, നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലണം. അതാണ് വിഷയം പറയണത്. മകളെ കാനഡയിൽ വിട്ടാലും ഓസ്ട്രേലിയ വിട്ടാലും നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്നില്ലെങ്കിൽ അവസ്ഥ എന്താണ്? ഈ മുട്ടാളന്മാർക്ക് സംഭവിച്ചവരിക്കും. കണ്ടവൻ്റെ വില വിളിക്കാവുന്നല്ലാതെ വേറെ പരിപാടി നടക്കത്തില്ല. അവർക്ക് കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റണില്ല. വിശ്വാസമുണ്ടവർക്ക്, പക്ഷേ വിശ്വാസമുള്ള എല്ലാവർക്കും അവരുടെ നിയോഗം നിറവേറും, പക്ഷെ കർത്താവിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. വിശ്വാസത്തിന് അങ്ങനെ ഒരു പരിമിതി ഉണ്ട്. വിശ്വാസം കൊണ്ട് മാത്രമല്ല എല്ലാം. വിശ്വാസത്തിനടുത്ത കഷ്ടനഷ്ടങ്ങൾ സഹിക്കണം. ആനുകൂല്യങ്ങളില്ലാത്തപ്പോഴും ദൈവത്തെ ഏറ്റവും വലിയ ആനുകൂല്യമായി കണ്ടുകൊണ്ട് ഉടമ്പടി ലക്ഷ്യം ദൈവമാണെന്ന് കരുതണം. ശ്രദ്ധിക്കട്ടെ. നിങ്ങളാണോ വർക്ക് ചെയ്യണം? ഞാനാണോ? നമ്മൾ ആരും വർക്ക് ചെയ്തില്ലെങ്കിലും മാതാവ് ഇറങ്ങി വർക്ക് ചെയ്യും. അതാണ് സഞ്ചാരി മാതാവ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദവരമാതാവേ. നിബന്ധനകളെക്കാൾ നിയോഗങ്ങളെക്കാൾ വലുതാണ് ദൈവം. എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തെ സമർപ്പിതരാകുക. ദൈവം നിങ്ങളെ പ്രസാദിക്കട്ടെ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങളെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട്, അല്ലെങ്കിൽ യേശുവെ അതറിയാൻ പാടില്ലാത്തൊരു യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കൈ ഇങ്ങനെ തൊട്ട് പോകണം. വേദന എല്ലായിടത്തും വേദന ചുമ്മാ യാന്ത്രികമായിട്ട് ചെയ്യരുത്. വിശ്വാസത്തിൽ ചെയ്യുക. കർത്താവ് നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. നിങ്ങൾ കൈ ഉയർത്തുക. കർത്താവെ, കൈ ഉയർത്തപ്പെട്ട കൈകളിലേക്ക് നിൻ്റെ തിരുമുറിവാർന്ന് വലതുകരം വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ തിരുരക്തത്താൽ മക്കളുടെ കൈകളെ സ്നാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം കൈകളെല്ലാം എവിടെയെല്ലാം വെക്കുന്നു അവിടെയെല്ലാം ദൈവികമായ ശക്തി, രക്തസ്രാവ രോഗിയിലേക്ക് ഇറങ്ങിപ്പോയ ദൈവികമായ ശക്തി അവരിലേക്ക് ഇറങ്ങി വസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ വിശുദ്ധ കുരിശിനെ കർത്താവെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, നാമത്തെ കർത്താവെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. കർത്താവ്, ഈ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഓരോ ഇടങ്ങളിൽ വെക്കട്ടെ, ഓരോ ഇടങ്ങളിൽ വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ, ഓരോ ഇടങ്ങളിൽ വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവിൻ്റെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥിക്കുന്ന, കുറിച്ചപ്പെട്ടവരുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന, തിരുവിലാലും മുറിവേറ്റവരുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന, മുൾക്കിടം ചൂടിയവരുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങനെ മുതുകിലാണല്ലോ കർത്താവ് ശത്രുക്കളെ കർത്താവ് ഉഴുതു മറിച്ചത്. മുതുകിൽ ഉഴുതു മറിച്ചവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന, ഉദ്ധാരിതന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന, മാരക രോഗങ്ങള്, തീരാവേദികള്, ഉച്ച മുതല് ഉള്ളം കലവരെ ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. എല്ലാ രോഗങ്ങളും യേശുനാമത്തിൽ സുഖപ്പെട്ടുകൊണ്ട് ദൈവനാമം സൗഖ്യം നൽകണമേ.
നാഥാ വരണമേ, വരണമേ, എന്നിൽ നിറയണമേ, വരണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, നിങ്ങൾ വിശ്വാസത്തോടെ സ്തുതിച്ചാൽ മതി, ബാക്കി ഈശോ നിർവഹിക്കും. പരിനിർത്ത് ഉള്ളുകൾ പോയ കർത്താവിൻ്റെ അനുഗ്രഹം നിന്റെ ശരീരത്തിലേക്ക് വീഴാൻ പോകുന്ന സമയമാണ്. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നീ കുളിപ്പിക്കപ്പെടാൻ പോകുന്ന സമയമാണ്. കർത്താവ് മരുന്ന് ലേപനം അല്ല, അങ്ങനെ വചനമാണ്. അങ്ങനെ മക്കളെ സുഖപ്പെടുന്നു വചനത്തിൻ്റെ കർത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്ന കർത്താവെ നീ സ്പർശിക്കണം. അടിപ്പിടർ പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി ഉച്ചമുതൽ ഉള്ളംകാലം വരെ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ, തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവർ, കർത്താവ് പിൻകടത്തിലെ രോഗങ്ങൾ, സ്പോണ്ടിലോസിസ് രോഗങ്ങൾ, കർത്താവ് അതുപോലെ തന്നെ തൈറോയിഡ് രോഗങ്ങൾ, ടോൺസിൽ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, കർത്താവ് വെള്ളപ്പാണ്ട് രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, കരട് രോഗങ്ങൾ, ഹൃദയ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, വാത രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, പീസോഡ് രോഗങ്ങൾ, രക്തസ്രാവ രോഗങ്ങൾ, അരസിസ് രോഗങ്ങൾ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ, ശുദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് യേശുനാമം മഹത്വപ്പെടുത്തുവാൻ ആരാധനയുടെ കരുണയാകണമേ. ഹല്ലേലൂയ. കർത്താവ് നീ എന്നെ ബലപ്പെടുത്തണമേ, സാമ്പത്തികമായി ബലപ്പെടുത്തണമേ, ആരോഗ്യമായി ബലപ്പെടുത്തണമേ. നിന്റെ നാമത്തിൽ ഞാൻ നിന്റെ മക്കളെ സഹായിക്കാൻ വേണ്ടി എന്നെ സ്വർഗത്തിന്റെ ഉപകരണമാക്കണമേ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. ബലപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ, മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി, പ്രേക്ഷിത ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ വേണ്ടി, അവരെ കൂടെ അവരുടെ കാര്യം കൂടെ അന്വേഷിക്കാൻ വേണ്ടി, പ്രേക്ഷിത ഗുണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവിൻ്റെ ശക്തി, സ്വർഗത്തിൻ്റെ ശക്തി, ഉയർപ്പിൻ്റെ ശക്തി, ഉദ്ധാനത്തിൻ്റെ ശക്തി, കർത്താവിൻ്റെ കൃപ നിങ്ങളിലേക്ക് ഒഴുകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ കഴുകപ്പെടട്ടെ, നിങ്ങൾ ശക്തിപ്പെടട്ടെ, നിങ്ങൾ ബലപ്പെടുത്തട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, പി.സി.ഒ.ഡി രോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, പി.സി.ഒ.ഡി രോഗങ്ങൾ, എല്ലാ തരത്തിലുള്ള രോഗങ്ങളും യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സൗഖ്യം നൽകണമേ, വരണമേ, എന്നിൽ നിറയണമേ, വരണമേ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, ജോലിയില്ലാത്തവര്, വിദേശ നാടുകളിൽ കുടുങ്ങിപ്പോയവർ, ജയിലിലായി പോയവർ, കേസ് അകപ്പെട്ടു പോയവർ, വിസ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നവർ, കാശ് ഏജൻസി കൊടുത്ത് കിട്ടാതിരിക്കുന്നവർ, പോകാൻ പറ്റാതെ വന്നിരിക്കുന്നവർ, കടം കയറി മുടിയുന്നവർ, വീടില്ലാത്തൊരു, സ്ഥലമില്ലാത്തൊരു, വഴിയില്ലാത്തൊരു, വെളിച്ചം പോലും കിട്ടാത്തവർ, വിവാഹത്തിൽ പിരിയാൻ പോകുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, കോടതി കേസ് കിടക്കുന്നവർ, ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തിലേക്ക് പോകാതെ ഇരിക്കാൻ നിവർത്തി വിവാഹമില്ലാതെ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ, വിദേശ രാജ്യങ്ങളിൽ തന്നെ വളരെ സംഘർഷങ്ങളോടുകൂടെ സാമ്പത്തിക തകർച്ചയോടുകൂടി ജോലിയില്ലാതെയൊക്കെ ജീവിക്കുന്നവരെ, വിഷമിച്ച് ജീവിക്കുന്നവരെ, നാട്ടിൽ അവരുടെ വീട്ടുകാർ അതിനേക്കാൾ വരെ വേദനയിലേക്ക് താഴിയുന്നവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ, തൊഴിൽ മേഖലയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ, തൊഴിൽ അറ്റുപോയവർ പ്രാർത്ഥിക്കട്ടെ, തൊഴിൽ മരവിച്ചു പോയവർ പ്രാർത്ഥിക്കട്ടെ, തൊഴിലില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ.